എല്ലാവർക്കും ഈസി ടേസ്റ്റി ക്യൂസിനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഈസി ടേസ്റ്റി ക്യൂസിൻ എന്ന് പറയില്ലേ, അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മക്കളൊക്കെ എൻ്റെ കളിയാക്കും കേട്ടോ. ഈസി ടേസ്റ്റി ക്യൂസിൻ എൻ്റെ മക്കളും കളിയാക്കും, അതിൻ്റെ ടങ് ട്വിസ്റ്റർ ആണോ ചോദിക്കും. അപ്പം ഈ ചോറ് ഇത് ബിരിയാണി റൈസാണ്, ബസ്മതി റൈസ്. ഇത് 2 കപ്പ് ഇട്ടത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന്. അപ്പം ഇത് ഞാൻ എന്താ പറയുക, ഇന്നലെ വേവിച്ച് വെച്ച ചോറാണ്. ഇതിനും ലെമൺ റൈസിനും നമ്മുടെ ഫ്രൈഡ് റൈസിനൊക്കെ തലേദിവസം ചോറ് വേവിച്ച് വെച്ചിരുന്ന നല്ലതായിരിക്കും, അധികം കുഴഞ്ഞു പോകാതൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ കപ്പലണ്ടി കുറച്ചെടുത്തിട്ടുണ്ട്, ഇത് നമ്മുടെ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങ ഉണ്ട്, പിന്നെ കുറച്ച് പച്ചമുളകുണ്ട്, പിന്നെന്താ കറിവേപ്പിലുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ. പിന്നെ ഈ ചെറിയ പൊട്ടുകടലയില്ല അതൊക്കെ ഇടാറുണ്ട് ചിലർ. പിന്നെ ഒരു കാര്യം കൂടെ, നമുക്കിത് വേണം, വറ്റൽമുളകും കൂടെ വേണം കേട്ടോ. നാരങ്ങ ഉണ്ടല്ലോ, സ്ക്യൂസ് ചെയ്യാൻ എടുക്കുമ്പം ഈ കണ്ണ് കാണുന്നുണ്ടോ, ഈ കണ്ണില്ലേ, കണ്ണ് മേളിലേക്ക് വരുന്ന പോലെ വേണം മുറിക്കാനായിട്ട് കേട്ടോ. നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് മുറിക്കാം. അതെങ്ങനെ വരും, കത്തി മാറ്റട്ടെ, ഇതെങ്ങനെ വരും, ഇങ്ങനെ ഇട്ടു. സ്ക്യൂസ് ചെയ്യാനൊക്കെ എടുക്കും, നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഇടില്ല, അപ്പോൾ ഇങ്ങനെ എടുക്കുക. അച്ചാറൊക്കെ ഇടുമ്പോഴത്തേന് തിരിച്ച് മുറിക്കുക, ഇങ്ങനെ മുറിക്കുക, അപ്പോൾ കറക്റ്റ് അല്ലേ ഇട്ടു കേട്ടോ. നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ ചൂടാവട്ടെ. പാൻ ചൂടാകുമ്പോഴത്തേന് ഇതിന് നല്ലെണ്ണയാണ് സാധാരണ ഉപയോഗിക്കാറ് കേട്ടോ. അപ്പം എനിക്കെന്ത് നല്ലെണ്ണ ഇല്ലാത്തത് കൊണ്ടും നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചിലർ ഇതിൽ കടുക് ഇട്ടില്ല കേട്ടോ, കടുക് ഇഷ്ടം, പക്ഷേ എനിക്ക് ഇതിനകത്ത് ഇച്ചിരി കടുക് കിടക്കുന്ന ഇഷ്ടം. ഒത്രയാണ്ട്, കുറച്ച് മതി. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. കടല ഇട്ട് കൊടുക്കാം. കടല കഴിഞ്ഞിട്ട് ഉഴുന്ന്, പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇപ്പോഴേ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പറഞ്ഞാൽ എരി ഒന്ന് കുറച്ചിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വേണ്ട നമ്മുടെ ഉഴുന്ന് പരിപ്പേ ഒന്ന് ബ്രൗൺ നിറമാകുമ്പം ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ചോറിൽ നമ്മൾ ഉപ്പിട്ടല്ല വേവിച്ചേക്കുന്നത്. നമുക്ക് കറിവേപ്പില ഇടാം, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചേക്കണം കേട്ടോ. ഇത് അത്യാവശ്യം വലിയ ലെമൺ ആയതുകൊണ്ട് ഞാൻ 1 ലെമൺ എടുക്കുന്നുള്ളൂ കേട്ടോ. അതൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഉപ്പും നാരങ്ങ നീരും എല്ലാം കൂടെ കിടന്നു ആ എണ്ണയിൽ ഒന്ന് മൂത്ത് വരണം. അതായത് ആ പച്ചമണം വരരുത് നാരങ്ങയുടെ കേട്ടോ. അപ്പം അതൊന്ന് ഒരു 2 സെക്കൻഡ് മതി, അതൊന്ന് മൂത്തോട്ടെ. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാര്യം ഞാൻ മറന്നു പോയിരുന്നു കേട്ടോ, കായപ്പൊടി, കുറച്ച് കായപ്പൊടി കേട്ടോ. ഈ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും നമ്മൾ തീ ഓഫ് ചെയ്തില്ലേ, അതിൻ്റെ ചൂടിൽ ഓഫ് ചെയ്ത്, പക്ഷെ അതിന് ചൂടുണ്ടാവുമല്ലോ, അതിലൊന്ന് ഇതാ മതി, എന്താ പറയുക, ഒന്ന് മൂത്താൽ മതി കേട്ടോ. അല്ലാതെ അതിന് പ്രത്യേകം തീ ചെയ്യണമെന്നില്ല. ഈ സമയം നമുക്ക് അതിൻ്റെ പച്ചമണം മാറിയെന്നൊക്കെ അറിയാൻ പറ്റും. ഒരു നാരങ്ങയുടെ മാറിയൊരു നല്ല മണം വരും. ഉപ്പ് നോക്കാം കേട്ടോ, അത്യാവശ്യം ഉപ്പുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കും. ഈ തലേദിവസം എടുത്തു വെച്ചിരിക്കുന്ന ചോറാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അത് തണുപ്പൊക്കെ മാറിയിട്ട് ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് എത്തും. നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ എന്താ പറയുക ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പ് ലേശം കുറവായിരുന്നു. ഇതിൻ്റെ കൂടെ ഞങ്ങൾ കോഴിക്കോട് നിന്നൊക്കെ ട്രെയിനിൽ ജനശതാബ്ദത്തിൽ എപ്പോഴും വരുമായിരുന്നു. അപ്പം അന്നല്ല സ്ഥിരം ഇതാണ്. അതിൻ്റെ കൂടെ ഞങ്ങൾ എടുക്കുന്ന ഒരു സാധനമാണ് മുട്ട ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ അതായിരുന്നു ട്രെയിനിൽ സ്ഥിരം ഉപയോഗിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എടുക്കണമെങ്കിൽ
എളുപ്പമാണ്. തലേദിവസം കുറച്ച് ബസ്മതി റൈസ് തന്നെ അത് ചെയ്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളും. പിന്നെ ഇപ്പോൾ ഉഴുന്ന് പരിപ്പില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ കടല മാത്രം ഇട്ട് ചെയ്യും. ഇവിടെ പിന്നെ ഞാൻ ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുള്ളൂ. അത് കാരണം എന്ന് പറഞ്ഞാൽ മോന് പുളി അധികം ഇഷ്ടമല്ല. അപ്പോൾ മസ്റ്റ് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത വീഡിയോ മസ്റ്റായിട്ട് കാണണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.